ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാമത്തെ അധ്യായമാണ് കർമ്മയോഗം. കർമ്മയോഗത്തിലൂടെ കൃഷ്ണൻ അർജുനന് കർമ്മം ചെയ്യേണ്ടുന്നതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ യുദ്ധം ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞ് തളർന്ന് തേർത്തട്ടിലിരിക്കുന്ന അർജുനനോട് കൃഷ്ണൻ ഉപദേശിക്കുന്നതാണ് ഭഗവത്ഗീത. ഇവിടെ അർജുനൻ കൃഷ്ണനോട് ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. അതിൽ നിന്നു തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ആവശ്യമുള്ള ആളുകൾക്ക് ഉപദേശിച്ചു കൊടുക്കേണ്ടുന്നതാണ് ജ്ഞാനം. ജ്ഞാനം എപ്പോഴും ആരാണോ ആവശ്യപ്പെടുന്നത് അവർക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കാവൂ. അല്ലാതെ ഇഷ്ടമില്ലാത്ത ആളുകളെ പിടിച്ചിരുത്തി പറഞ്ഞു കൊടുത്തതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, അവർ മനസ്സിലാക്കത്തില്ല. അതാണ് നമ്മൾ ആദ്യമായി പഠിക്കേണ്ടത്. ഇവിടെ സാധാരണ നിരീശ്വരവാദികൾ അല്ലെങ്കിൽ യുക്തിവാദികൾ അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ നമ്മളോടെല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, വെറുതെ നാമം ജപിച്ചിരുന്നത് കൊണ്ടൊന്നും കാര്യമില്ല, ആ സമയത്ത് പണിയെടുക്കണമെന്നുള്ളത്. പണിയെടുത്താൽ പട്ടിണി മാറും എന്ന് ഇങ്ങനെയുള്ള ആളുകൾ നമ്മളോട് നിരന്തരം പറയും. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും വലിയ യുക്തിവാദി ആരായിരുന്നു? കൃഷ്ണനായിരുന്നു. കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് പോയി ജോലി ചെയ്യാനാണ്. നമ്മളോടെല്ലാവരോടും കൃഷ്ണൻ പറയുന്നതും അത് തന്നെയാണ്, പോയി ജോലി ചെയ്യൂ, നീ നിൻ്റെ പണിയെടുക്കൂ, അതിൻ്റെ കൂലി ഞാൻ നിനക്ക് വേണ്ടതുപോലെ വേണ്ട സമയത്ത് വേണ്ടത്ര അളവിൽ നൽകിക്കൊള്ളാം, നീ ജോലി ചെയ്യൂ എന്നാണ് പറയുന്നത്. കർമ്മമാണ് ഈശ്വരൻ. അതുതന്നെയാണ് കർമ്മയോഗയിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. നിരീശ്വരവാദികളും യുക്തിവാദികളുമൊക്കെ ശരിക്കും ഭഗവത്ഗീത വായിച്ചു കഴിഞ്ഞാൽ അവർക്കൊരിക്കലും കൃഷ്ണൻ പറഞ്ഞ കാര്യത്തെ തള്ളിക്കളയാൻ പറ്റില്ല. നമുക്ക് ഭഗവത്ഗീതയിലെ 3-ാമത്തെ അധ്യായമായ കർമ്മയോഗയിലെ 24-ാമത്തെ ശ്ലോകത്തിലൂടെ കൃഷ്ണൻ എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഉത്സീദേയൂരിമേ ലോക ന കുര്യാം കർമ്മഛേദഹം സംകരസ്യ ച കർത്താസ്യ ഉപഹന്യാമിമാഹ പ്രജാഹ. ഇവിടെ കൃഷ്ണൻ ഈ ശ്ലോകത്തിലൂടെ താൻ കർമ്മം ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. താൻ കർമ്മം ചെയ്യുന്നുണ്ട്, താനൊരു അവതാര പുരുഷനാണ്. അതായത് കൃഷ്ണൻ അവതാര പുരുഷനാണ് ആണല്ലോ. അങ്ങനെയുള്ള അവതാരം കർമ്മം ചെയ്തില്ലെങ്കിൽ പോലും ഒന്നും സംഭവിക്കുവാനില്ല. പക്ഷേ ഭഗവാൻ ജനിച്ച സമയം മുതൽ, അവതരിച്ച സമയം മുതൽ നിരന്തരം അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം കർമ്മം ചെയ്യുന്നത് കൊണ്ടാണ് പ്രജകൾ അദ്ദേഹത്തെ കണ്ട് ശീലിക്കുന്നത്. ഒരു ഗൃഹനാഥൻ ഒരു ജോലിയും ചെയ്യുന്നില്ല, വെറുതെ കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, എന്നിട്ട് മറ്റുള്ളവരെ നിരന്തരം ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നു. ആരെങ്കിലും അനുസരിക്കുമോ? ഇല്ല. ആദ്യം കുടുംബനാഥൻ ശരിയായി കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കാണിച്ചു കൊടുത്താൽ താഴെയുള്ള ആളുകളും അത് കണ്ട് ശീലിക്കും. എന്നാൽ മാത്രമേ അവർക്ക് ഉപദേശിക്കുവാൻ അർഹതയുണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഭഗവാൻ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് കാണിച്ചു കൊടുക്കുന്നത്. ഭഗവാനെ അല്ലെങ്കിൽ ആരെങ്കിലും അനുകരിച്ചാൽ ഭഗവാൻ ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാനും എന്തിനു ചെയ്യുന്നു എന്ന ഒരു ചിന്ത വരികയും അവൻ ജോലി ചെയ്യാതിരിക്കുകയും ചെയ്യും. അതവൻ്റെ നാശത്തിന് കാരണമാകും. ഇവിടെ കൃഷ്ണൻ ഒരാവശ്യവുമില്ല. യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്ന അർജുനൻ്റെ തേരാളിയായി ഇവിടെ വന്നിരിക്കേണ്ടുന്ന യാതൊരു ആവശ്യവുമില്ല. മഹാഭാരത യുദ്ധത്തിനു ശേഷവും അതിനു മുമ്പും
ഭഗവാൻ ശ്രീകൃഷ്ണൻ ലോക നന്മയ്ക്കായി ധാരാളം കർമ്മങ്ങൾ നിരന്തരം അനുഷ്ഠിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹത്തിന് ഇതിൻ്റെ വല്ല ആവശ്യവുമുണ്ടോ? അവിടെ ഇരുന്ന് ഓർഡർ ചെയ്താൽ മതി അല്ലേ? പക്ഷെ അദ്ദേഹം നിരന്തരം കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നു. ഞാനത് കാണിച്ചു കൊടുക്കുന്നു എങ്കിൽ മാത്രമേ എൻ്റെ പ്രജകൾ അത് ചെയ്യുകയുള്ളൂ. അല്ലെങ്കിൽ അവർ എന്നെ അനുകരിക്കും. എന്നെ അനുകരിച്ചാൽ അത് ദോഷമായി തീരും എന്ന് ഭഗവാൻ പറയുന്നു. അല്ലാതെ ഭഗവാന് കർമ്മം ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. ഭഗവാൻ സ്ഥിതപ്രജ്ഞനാണ്. ആരോട് എന്തു ചെയ്യാൻ പറയുന്നുവോ അത് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ അവർ അത് അനുസരിക്കുകയുള്ളൂ. അങ്ങനെ സ്വധർമ്മം അനുഷ്ഠിക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യം ഭഗവാൻ കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നു. അതുതന്നെയാണ് നമ്മളോടും ഭഗവാൻ പറയുന്നത്. നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം. നിരന്തരം നമ്മൾ നമ്മുടെ ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഓരോരുത്തർക്കും ഈ ഭൂമിയിൽ ഓരോരോ ജോലികളാണ് ചെയ്യാനായി പറഞ്ഞിരിക്കുന്നത്. ആ ജോലി കൃത്യമായി എല്ലാ ജോലികളും ഭഗവാന് വേണ്ടിയിട്ടുള്ള അർച്ചനകളാണ് എന്ന് ചിന്തിച്ചുകൊണ്ട്, ഇതിനു മുമ്പ് ഭഗവാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്ത് കർമ്മം ചെയ്താലും അത് ഭഗവാന് വേണ്ടി ചെയ്യുന്നതാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കർമ്മങ്ങളെല്ലാം ഭഗവാനുള്ള അർച്ചനകളായി തീരും. നമ്മളിപ്പോൾ ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നു, ഒരു ട്യൂഷൻ പഠിപ്പിക്കുന്നു ഒരു കുട്ടിയെ. ആ കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അതിനകത്തുനിന്ന് നമുക്ക് ഫീസ് കിട്ടുന്നുണ്ട്, ശരി, നല്ല കാര്യം, കുട്ടിയെ പഠിപ്പിക്കണമെന്ന ചിന്തയിലൂടെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, ഒക്കെ ശരി തന്നെ. പക്ഷേ ആ അധ്യാപകൻ്റെ അല്ലെങ്കിൽ അധ്യാപികയുടെ മനസ്സിലേക്ക് ഇത് എൻ്റെ ജോലിയാണ്, ഈ ജോലി ഞാൻ ഭഗവാന് വേണ്ടി, ഭഗവാൻ എന്നെ ഈ ജോലി ചെയ്യാൻ നിയോഗിച്ചതുകൊണ്ട് ഞാൻ അത് ചെയ്യുകയാണ് എന്ന് ചിന്തിച്ച് ഭഗവാന് കൊടുക്കുന്ന ഒരു അർച്ചനയായി ചിന്തിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നന്നായി ഒരു അലസതയും കൂടാതെ ആ കുട്ടിക്ക് എങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കുന്നുവോ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് ആ കുട്ടിയെ മിടുമിടുക്കനോ മിടുക്കിയോ ആക്കി തീർക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ ആ കുട്ടി നന്നായിട്ട് പഠിക്കും, ആ കുട്ടിക്ക് നല്ല ഭാവി ഉണ്ടാകും. അങ്ങനെ ആ കുട്ടിക്ക് നല്ല ഭാവി ഉണ്ടായാൽ ആ കുട്ടിയും ആ കുട്ടിയുടെ മാതാപിതാക്കളും സന്തോഷിക്കും, അവരുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അതാണ് അർച്ചന. അതോടുകൂടി നമ്മുടെ ശ്രേയസ് വർദ്ധിക്കും. അതുതന്നെയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന ഒരു വീട്ടമ്മയാണെങ്കിൽ ആ വീട്ടമ്മ കൃത്യമായി അവരുടെ കർമ്മം അനുഷ്ഠിച്ചാൽ ആ വീട്ടിൽ മഹാലക്ഷ്മി വസിക്കും. അതോടുകൂടി അവർക്ക് ഐശ്വര്യമുണ്ടാവുകയും ചെയ്യും. ആ കുടുംബത്തിനും അതിൻ്റെ ഐശ്വര്യം കാണും. അവരാ ജോലി ചെയ്യുമ്പോൾ, അടുക്കളയിൽ കയറി നമ്മളൊരു കൂട്ടാൻ വെക്കുമ്പോൾ ഭഗവാന് വേണ്ടി നമ്മളിത് ചെയ്യുകയാണ് എന്ന ഒരു ചിന്ത മനസ്സിലുണ്ടായാൽ തീർച്ചയായിട്ടും ആ കൂട്ടാന് നല്ല സ്വാദുണ്ടായിരിക്കും. ആ കൂട്ടാൻ കഴിക്കുന്ന നമ്മുടെ വീട്ടിലുള്ള ഓരോരുത്തരും സന്തോഷിക്കും. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക, ആ ജോലി കൃത്യമായി ചെയ്യുക, ഭഗവാന് വേണ്ടിയിട്ടുള്ള അർച്ചനയാണ് എന്ന് കരുതി ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ കണ്ട് നമ്മുടെ താഴെയുള്ള ആളുകളും അത് അനുകരിക്കും. അത് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ നിരന്തരം കർമ്മം അനുഷ്ഠിക്കുന്നത് എന്ന് കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നു. അതുകൊണ്ടല്ലയോ അർജുന, നീ കർമ്മം ചെയ്യുക, ഇല്ലെങ്കിൽ നിന്നെ കണ്ട് ആളുകൾ അനുകരിക്കും എന്ന ഒരു ധ്വനി കൂടി ഈ ശ്ലോകത്തിൽ ഉണ്ട്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക, കർമ്മം ചെയ്യുക. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.